2016 WWE വന്നിട്ടുണ്ടായിരുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെയായിരുന്നു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ്. 2022 റോമൻ റെയിൻസ് ആ ഒരു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് WWE ചാമ്പ്യൻഷിപ്പുമായിട്ട് യൂണിഫൈ ചെയ്യുന്നതുവരെ അതിൽ 8 ചാമ്പ്യന്മാരായിരുന്നു ടോട്ടലി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ 8 ചാമ്പ്യന്മാരിൽ ഏറ്റവും കിഡ്ലൻ ചാമ്പ്യൻ ആരാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ റാങ്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓരോ യൂണിവേഴ്സൽ ചാമ്പ്യന്മാരെയും. നമ്പർ 8 8ാം സ്ഥാനം കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, ഒന്നാമത്തെ WWE യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ടുള്ള ഫിൻ ബാലർ തന്നെയാണ്. ഒരിക്കലും ഫിൻ ബാലറിന് ഈ ഒരു 8ാം സ്ഥാനം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് മോശമായതുകൊണ്ടല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ റെയിൻ വളരെയധികം കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ദിവസം മാത്രമേ അദ്ദേഹത്തിന്റെ റെയിൻ നിലനിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. 2016 സമ്മർ സ്ലാമിലായിരുന്നു സെത്ത് റോളിൻസ് വേഴ്സസ് ഫിൻ ബാലർ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മാച്ചിൽ വിജയിച്ചുകൊണ്ടായിരുന്നു ഫിൻ ബാലർ ഏറ്റവും ആദ്യത്തെ ഇനാഗുറൽ WWE യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു മാച്ചിൽ തന്നെ സെത്ത് റോളിൻസുമായിട്ട് മത്സരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഫിൻ ബാലറിന് ഒരു ഇഞ്ചുറി സംഭവിക്കുകയുണ്ടായി. ആ ഒരു ഇഞ്ചുറി പ്രകാരം തൊട്ടടുത്ത റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വെക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും ഫിൻ ബാലറിന് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പോ WWE ചാമ്പ്യൻഷിപ്പോ കിട്ടിയിട്ടില്ലായിരുന്നു. നമ്പർ 7 ഗോൾബർഗിനാണ് ഞാൻ 7ാം സ്ഥാനം കൊടുക്കുന്നത്. 2017 2020 2 തവണയായിരുന്നു ഗോൾബർഗ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 2017 ഗോൾബർഗ് WWEയിലേക്ക് തിരിച്ചു വന്ന് ബ്രോക്ക് ലെസ്നറുമായിട്ടുള്ള ഫ്യൂഡെല്ലാം തന്നെ കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു. അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഫാൻ ബേസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്ന സമയം തന്നെയായിരുന്നു. എന്നാൽ അപ്പോഴായിരുന്നു കെവിൻ ഓവൻസിനെതിരെ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടായിരുന്നത്. കെവിൻ ഓവൻസിന്റെ ഏറ്റവും കിടിലനായിട്ട് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ഒരു സമയത്ത് ഗോൾബർഗ് വന്ന് കെവിൻ ഓവൻസിനെ തോൽപ്പിച്ചപ്പോൾ ഫാൻസിന് ആർക്കും തന്നെ ഗോൾബർഗിനെ ഇഷ്ടമല്ലാതായിട്ടുണ്ടായിരുന്നു. ഗോൾബർഗ് കെവിൻ ഓവൻസിന്റെ റെസ്ൽമേനിയ മൊമെന്റ് തന്നെയായിരുന്നു അവിടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഗോൾബർഗിന്റെ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ മുകളിലെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. പിന്നീട് ഗോൾബർഗ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് 2020 അന്നും ഇതുപോലെ തന്നെ വളരെയധികം വലിയൊരു ക്യാരക്ടറാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഫിയൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രേ വൈറ്റിന്റെ ക്യാരക്ടറെ ആയിരുന്നു ഗോൾബർഗ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തും ഫാൻസിന് അധികം ഒന്നും തന്നെ ഗോൾബർഗിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസിനെതിരെ റെസ്ൽമേനിയയിൽ ഒരു മാച്ച് വെക്കാനും വേണ്ടിയിട്ട് തന്നെയായിരുന്നു. എന്നാൽ അതാണെങ്കിലോ നടന്നിട്ടുമില്ല. 6ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ബ്രോൺ സ്ട്രോമാനാണ്. ഈ ഒരു ബ്രോൺ സ്ട്രോമാൻ തന്നെയായിരുന്നു റെസ്ൽമേനിയ 36 ഗോൾബർഗിനെതിരെ ചാമ്പ്യൻഷിപ്പ് മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നതും ആ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് വിജയിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യനായിട്ട്, അതായത് യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നതും. റോമൻ റെയിൻസ് വേഴ്സസ് ഗോൾബർഗ് തമ്മിലുള്ള മാച്ച് തന്നെയായിരുന്നു റെസ്ൽമേനിയ 36 36 ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു കൊറോണ വൈറസ് പടർന്ന് പന്തലിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റോമൻ റെയിൻസിന് കുറച്ച് ഹെൽത്ത് കൺസേൺസ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു റെസ്ൽമേനിയ 36 പങ്കെടുക്കാൻ കഴിയാതിരിക്കുകയും അതോടുകൂടി ആ ഒരു സ്ഥാനത്തേക്ക് ബ്രോൺ സ്ട്രോമാൻ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ആ ഒരു റെസ്ൽമേനിയ 36 വിജയിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും ആർക്കും തന്നെ അദ്ദേഹത്തിന്റെ റെസ്ൽമേനിയ 36 വിജയിച്ചതിന് ശേഷമുള്ള യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് നിൽക്കുന്ന ബ്രോൺ സ്ട്രോമാനെ ഓർമ്മയെ തന്നെയില്ല. എനിക്ക് തോന്നുന്നു അതിന്റെ ഏറ്റവും പ്രധാന കാരണം ഓഡിയൻസ് ഇല്ലാത്തത് തന്നെയാണ്. കാരണം WWEയിൽ എപ്പോഴും ഓഡിയൻസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ബ്രോൺ സ്ട്രോമാൻ വിജയിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ലൈവ് ഓഡിയൻസ് ആരും തന്നെ ഇല്ലായിരുന്നു. 5ാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, ഫിയൻഡ് ബ്രേ വൈറ്റിന് തന്നെയാണ്. 2019 2020 ഫിയൻഡ് ബ്രേ വൈറ്റ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് 2 തവണ. ആദ്യമായി ഫിയൻഡ് ബ്രേ വൈറ്റ് വിജയിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫിയൻഡിന് തന്നെയായിരുന്നു. അത് മറ്റെവിടെയും അല്ലായിരുന്നു. സെത്ത് റോളിൻസിനെതിരെയുള്ള ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ചിലൂടെയായിരുന്നു ഫിയൻ ബ്രേ വൈറ്റിനെ ആർക്കും തന്നെ ഇഷ്ടമല്ലാതിരുന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയായിരുന്നു ഫിയൻഡിനെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹം വിജയിച്ചപ്പോഴും അതും ഇതിനേക്കാളും വളരെ കുറച്ച് ദിവസം മാത്രമേ ഫിയൻഡിന് ചാമ്പ്യനായി നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആകെ 7 ദിവസം മാത്രമായിരുന്നു ഫിയൻ ബ്രേ വൈറ്റ് ചാമ്പ്യനായി നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴായിരുന്നു റോമൻ റെയിൻസ് റിട്ടേൺ ചെയ്തുകൊണ്ട് വേൾഡ് ചാമ്പ്യനായി മാറിയത്. 4ാം സ്ഥാനം ഞാൻ കൊടുക്കുക കെവിൻ ഓവൻസിനായിരിക്കും. 2016 മുതൽ 2017 വരെ കെവിൻ ഓവൻസ് യൂണിവേഴ്സൽ ചാമ്പ്യനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെയധികം എന്റർടൈനിങ് ആയിട്ടായിരുന്നു ആ ഒരു ചാമ്പ്യൻഷിപ്പ് റെയിൻ കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നത്. ക്രിസ് ജെറിക്കോയുടെ കൂടെയുള്ള പാർട്ണർഷിപ്പ് എല്ലാം തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഫെസ്റ്റിവൽ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സെഗ്മെന്റ് കാര്യങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും വളരെയധികം ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കെവിൻ ഓവൻസ് അദ്ദേഹത്തിന്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിൻസ്, റോമൻ റെയിൻസ് എന്നീ മികച്ച താരങ്ങൾക്കെതിരെ തന്നെയായിരുന്നു. പക്ഷെ അത്രയ്ക്കും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസിന്റെ ആ ഒരു ടൈറ്റിൽ റെയിൻ അവസാനിച്ചിട്ടുണ്ടായിരുന്നത് ഗോൾബർഗിനെതിരെ ഫാസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ ആയതുകൊണ്ട് തന്നെ കെവിൻ ഓവൻസിന്റെ ആ ഒരു റെയിനും അധികം പേർക്കും ശ്രദ്ധിക്കപ്പെടാൻ കഴിഞ്ഞില്ല. ശരിക്കും റെസ്ൽമേനിയയിൽ ഒരു റെസ്ൽമേനിയ മെയിൻ ഇവന്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്ന കെവിൻ ഓവൻസിന്റെ സ്വപ്നം തന്നെയായിരുന്നു ഗോൾബർഗ് അവിടെ ചവിട്ടിക്കെടുത്തിയത്. ഞാൻ 3ാം സ്ഥാനം കൊടുക്കുക സെത്ത് റോളിൻസിനായിരിക്കും. 2019 സെത്ത് റോളിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ബ്രോക്ക് ലെസ്നർ WWEയിൽ നിന്നും പോയ സമയത്ത് ബീസ്റ്റ് സ്ലെയർ എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടായിരുന്നു സെത്ത് റോളിൻസ് WWEയിൽ വാണിരുന്നത്. സെത്ത് റോളിൻസും WWEയിൽ മത്സരിക്കുന്ന സമയത്ത്, അതായത് യൂണിവേഴ്സൽ ചാമ്പ്യൻ
ചാമ്പ്യനായിട്ട് മത്സരിക്കുന്ന സമയത്ത് AJ സ്റ്റൈൽസ്, ബാരോൺ കോർബിൻ എന്നീ പറഞ്ഞിട്ടുള്ള റെസ്ലേഴ്സിനെതിരെയും അതുപോലെ തന്നെ ചെറിയ ചില റെസ്ലേഴ്സിനെതിരെയും എല്ലാം തന്നെ ഡിഫെൻഡ് ചെയ്ത് വിജയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഇൻറിംഗ് പവർ, അതായത് അദ്ദേഹത്തിന്റെ മാച്ചുകൾ തന്നെയായിരുന്നു സെത്ത് റോളിൻസിൻ്റെത് എടുത്തു പറയാനുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും മോശമായിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹെൽ ഇൻ എ സെൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ ഫിയന്റ് ബ്രയവാറ്റിനെതിരെ മത്സരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മത്സരം തന്നെയായിരുന്നു. അതിൽ സെത്ത് റോളിൻസിനെ വളരെയധികം മോശം ക്യാരക്ടറാക്കിയിട്ട് തന്നെയായിരുന്നു WWE കാണിച്ചത്. രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുക മറ്റാർക്കുമല്ല, ബീസ്റ്റ് ഇൻകാർണേറ്റ് ബ്രോക്ക് ലെസ്നർ തന്നെയാണ്. 2017 മുതൽ 2019 വരെ 3 തവണയായിരുന്നു ബ്രോക്ക് ലെസ്നർ WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മാച്ചുകളെല്ലാം തന്നെ ഹൈ പ്രൊഫൈൽ, അതായത് മെയിൻ ഇവന്റ് മാച്ചുകൾ തന്നെയായിരുന്നു. ബ്രോക്ക് ലെസ്നറും ഇതുപോലെ തന്നെ സമോജോ, ബ്രോൺ സ്ട്രോമാൻ, AJ സ്റ്റൈൽസ്, കെയ്ൻ, റോമൻ റെയിൻസ് എന്നീ റെസ്ലേഴ്സിനെതിരെ എല്ലാം തന്നെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെതിരെ മത്സരിച്ച് ഇവരെ എല്ലാവരെയും തന്നെ തോൽപ്പിച്ചതുമായിരുന്നു. അദ്ദേഹം ഒരു പാർട്ട് ടൈം റെസ്ലർ ആയിട്ടാണ് മത്സരിച്ചത് എന്നുണ്ടെങ്കിലും ഫാൻസിന് എല്ലാവർക്കും തന്നെ ബ്രോക്ക് ലെസ്നറിന്റെ മാച്ചുകൾ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ മാച്ചുകളിലൂടെ WWE ഒരുപാട് പണം സ്വരൂപിച്ചിട്ടുമുണ്ട്. എപ്പോഴെങ്കിലും മാത്രം വന്ന് മത്സരിക്കുന്ന ബ്രോക്ക് ലെസ്നറിന്റെ സ്റ്റോറി ലൈനുകളെല്ലാം തന്നെ വളരെയധികം കൃത്യമായിട്ടുള്ള സ്റ്റോറി ലൈനുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഫാൻസിന് എല്ലാവർക്കും ബ്രോക്ക് ലെസ്നറെ ഇത്രയധികം താല്പര്യം. ഇനി ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മറ്റാർക്കുമല്ല, റോമൻ റെയിൻസിന് തന്നെയാണ്. 1316 ദിവസം വേൾഡ് ചാമ്പ്യനായി നിന്നിട്ടുണ്ടായിരുന്ന റോമൻ റെയിൻസ് 2020 വേൾഡ് ചാമ്പ്യൻഷിപ്പ് അഥവാ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും മികച്ചതാക്കിയിട്ട് പറയാൻ കഴിയുന്നത് റോമൻ റെയിൻസിന്റെ ഈ ഒരു റെയിൻ തന്നെയാണ്. ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനും കൊണ്ട് ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞ് ഹെഡ് ഓഫ് ദി ടേബിൾ എന്ന് പറഞ്ഞ് WWEയിൽ റോമൻ റെയിൻസ് വാണിരുന്ന ആ ഒരു കാലം തന്നെയാണ് ഏറ്റവും മികച്ചതായിട്ട് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിൽ പറയാൻ പറ്റുന്നത്. യൂണിവേഴ്സൽ ചാമ്പ്യനായി നിൽക്കുന്ന സമയത്ത് റോമൻ റെയിൻസ് തന്റെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജോൺ സീന, കെവിൻ ഓവൻസ്, എഡ്ജ്, ഡാനിയൽ ബ്രയാൻ, റേ മിസ്റ്റീരിയോ, ബ്രോക്ക് ലെസ്നർ എന്നിവർക്കെല്ലാം തന്നെ എതിരെയാണ്. അങ്ങനെ അദ്ദേഹം മത്സരിക്കുന്നതിന്റെ ഇടയിൽ തന്നെയായിരുന്നു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും WWE ചാമ്പ്യൻഷിപ്പും യൂണിഫൈ ചെയ്തുകൊണ്ട് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അവസാനം റെസൽമേനിയ 40 കോഡി റോഡ്സിനെതിരെ തോറ്റുകൊണ്ടായിരുന്നു റോമൻ റെയിൻസ് അദ്ദേഹത്തിന്റെ ആ ഒരു റെയിൻ അവസാനിപ്പിച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ള റാങ്കിങ്ങുകളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട റെയിൻ ആരുടേതാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.